നമസ്കാരം അഖിലാണേ. കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളോട് കർണാടക ചിന്താമണി മാർക്കറ്റിലെ പശുക്കളെ കൊണ്ടുവന്നൊരു വീഡിയോ പങ്കുവച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ ഒരു മാസം 1.5 മാസത്തോളമായി നമ്മൾ ചിന്താമണി മാർക്കറ്റിൽ നിന്ന് നമ്മുടെ പശുക്കൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അപ്പോൾ അവരുടെ വിശേഷങ്ങൾ നിങ്ങളൊപ്പം പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അവരെ കാണിച്ചു തരാം. അതെ, ഈ ഒരു മോഴയും അതിൻ്റെ കുഞ്ഞും പിന്നെ ഈ RHF മോഴയുമാണ് നമ്മൾ ചിന്താമണി മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന. പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ തൊഴുത്തിൽ തന്നെ ഏറ്റവും വലിയ പശുക്കളൊക്കെ ഇവന്മാരായിരുന്നു. പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥ ഇവർക്ക് തരണം ചെയ്യാൻ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല. ഒരു അതിജീവന പാതയിലാണെന്ന് വേണമെങ്കിൽ പറയാം. അയാൾക്കടെ ഒരു കുഞ്ഞ് പോയി. ഇവിടെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിൽ തൈലേറിയ അനാപ്ലാസ്റ്റി ഒക്കെ ചെറിയൊരു രീതിയിലുണ്ട്. അത് സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് പശുക്കളെ കൊണ്ടുവന്ന് ഉണ്ടാവണേ. അപ്പോൾ അത് കണ്ടു. തുടക്കത്തിലെ അതിന് വേണ്ട മരുന്നും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഇപ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നും അവർക്കില്ല. പിന്നീട് വീണ്ടും ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓക്കെയാണ്. അങ്ങനൊരു സംഭവം കണ്ട നമ്മുടെ മൊത്തത്തിൽ ഫാമിലി വീണ്ടും ചെക്ക് ചെയ്യും. അപ്പോൾ റിപ്പീറ്റ് ചെക്ക് ചെയ്തപ്പോഴും പശുക്കൾക്കൊന്നും തൈലേറിയ അനാപ്ലാസ്ത കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ മഴ മാറി ചൂടായി. കനത്ത വേനലിൽ ഇവരാകെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാളിത് കണ്ടോ, വായിന്നൊക്കെ വെള്ളം വന്ന് ആകെ പഞ്ചറായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാനും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഇടയ്ക്കിടയ്ക്ക് അപ്പം മാറി വെക്കുന്നുണ്ട്. പക്ഷെങ്കിലും നമ്മുടെ കാലാവസ്ഥയിലേക്ക് ഇത്തരം പശുക്കൾ പെട്ടെന്ന് അടുക്കുന്നില്ല. നമ്മളിപ്പോൾ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് നിർത്തിയേക്കണമുണ്ട്. ഒത്തിരി സമാധാനമുണ്ട്. അപ്പോൾ നേരത്തെ ഇൻഷുറൻസിനൊന്നും ചെയ്യാൻ വേണ്ടി അവരെയൊക്കെ വിളിച്ചിട്ട് എത്തുന്നുണ്ടായില്ല. പക്ഷേ അവിടെ ഒരു പെൺകുച്ച് വന്നതൊക്കെ ചെയ്ത് കൃത്യമായിട്ടൊക്കെ തന്ന് പോയി. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടം തന്നെ സംഭവിക്കും. ഇൻഷുറൻസ് കിട്ടിയാലും അതിലുപരി മാനസികമായിട്ട് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിലായി പോകും. അപ്പോൾ ഏതായാലും ഈ വേനൽ എങ്ങനെയെങ്കിലും ഒന്ന് അതിജീവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മുടെ ഫാമിലി ഏറ്റവും വലിയ അസറ്റായിട്ട് ഈ 2 പശുക്കൾ മാറും. എൻ്റെ അഭിപ്രായത്തിൽ ഓടിപ്പിടിച്ച് ഇപ്പോൾ ആരും പോയി ചിന്താമണി പോയിട്ട് പശുക്കളെ ഒന്ന് കൊണ്ടുവരണ്ട. കാരണം നമ്മുടെ കാലാവസ്ഥ അതിജീവിക്കാനായിട്ട് അവർക്ക് ഇത്തിരി സമയം കൊടുക്കണം. മഴ സമയമാണെങ്കിൽ എനിക്കൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ തണുപ്പ് കുറവുള്ള സമയമാണെങ്കിൽ, ചൂട് കുറവുള്ള സമയമാണെങ്കിൽ അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് വിശ്വാസം. ഏതായാലും ഇവർ വലിയ കുഴപ്പമില്ല, അതിജീവന പാതയിലാണ് ഇവർ. എന്നാലും ചൂടിൻ്റെതായ ഭയങ്കര പിരിമുറുക്കവും കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നല്ല പണി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ചണച്ചാക്ക് വെച്ചിട്ടുണ്ട്. അതിടക്ക് മേത്തേക്ക് നനച്ചിടും. വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറി വെച്ച് കൊടുക്കും. ഒന്ന് നനച്ച് നിർത്തും. അങ്ങനെ കുറച്ചിപ്പോൾ നമ്മുടെ തൊഴിലാളികൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടിരിക്കുന്നതാണ്. കാര്യം എന്ന് വെച്ചാൽ ഉമ്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ഫാം തന്നെ പൂട്ടിപ്പോവും. നമ്മൾ വലിയ നഷ്ടത്തിലായി പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും, അതായത് ആദ്യമായിട്ട് പശുക്കളെ വളർത്തുന്ന ഒരാൾ നേരെ ചിന്താമണിക്ക് പോയിട്ട് 2 ലക്ഷം 3 ലക്ഷം കൊടുത്ത് പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇത് മറികടക്കാൻ വേണ്ടി, ഈ പരിപാടി മറികടക്കാൻ വേണ്ടി, ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി കഴിഞ്ഞില്ലെങ്കിൽ വലിയ നഷ്ടത്തിലായി പോകും. അതോടുകൂടി നമ്മൾ എന്തെങ്കിലും മെച്ചം കിട്ടാനോ അല്ലെങ്കിൽ ഒരു മാർഗത്തിന് വേണ്ടി ചെയ്യണ ഈ തൊഴിൽ ഭയങ്കര നഷ്ടത്തിലേക്ക് പോകും. അപ്പോൾ ചാടിപ്പിടിച്ച് യൂട്യൂബൊക്കെ കണ്ടിട്ട് നേരെ പോയി ചിന്താമണിക്ക് തമിഴ്നാട്ടിലാണ് പോയിട്ട് പശുക്കളിൽ നിന്ന് ഇപ്പോൾ ഒറ്റയടിക്ക് പോയി വലിയ പശുക്കൾ എടുക്കരുത്. നാട്ടിൽ നിന്ന് കിട്ടുന്ന പശുക്കളെ വാങ്ങി പയ്യനെ വളർത്തി സ്റ്റെപ്പായിട്ട് മാത്രം ഈ പരിപാടിക്ക് മുതിരുക. അതാണ് പറയാനുള്ളത്. ബാക്കി ഇവന്മാരെ അതിജീവിച്ച ഒരു വീഡിയോ പിന്നീട് ഒരിക്കലും നിങ്ങളോടൊപ്പം പങ്കുവെക്കും. ഇപ്പോൾ നിലവിൽ ഇവന്മാർക്ക് അവർ 30-35 വാരൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഒരാൾക്ക് 20 ലിറ്റർ പാൽ വെച്ച് ഏകദേശം ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതും ഈ വേനലായിട്ട് അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അതൊക്കെ അതിജീവിച്ച് ഇവന്മാർ വരും എന്ന പ്രതീക്ഷയിൽ മറ്റൊരു വീഡിയോടൊപ്പം കാണാം. നമസ്കാരം.